സുഹൃത്തുക്കളെ, ഞാൻ അനീസേക്കുന്നത് ഇന്ന് 24/2/2024 സോഷ്യൽ മീഡിയകളിലും മറ്റും കുറെ എന്റെ കൂട്ടുകാര് ഒക്കെ നമുക്ക് ഇട്ട് തരുന്ന ഫോട്ടോസും വീഡിയോസും ഒക്കെ ഉണ്ട്. അതെന്താന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ ഒരു ആംബുലൻസ് ഡ്രൈവറായിട്ടാണ് ജോലി ചെയ്യുന്നത്. പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് എന്ന സ്ഥലത്ത് ആംബുലൻസ് ഡ്രൈവറായി ജോലി ചെയ്യുന്ന ഒരാളാണ്. ആംബുലൻസ് ഡ്രൈവർമാര് സ്വകാര്യ ആശുപത്രികളിൽ നിന്നും കമ്മീഷൻ മേടിച്ച് രോഗികളെ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് എന്നുള്ളത് നമ്മുടെ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റുകളാണ് കണ്ടുവരുന്നത്. എനിക്ക് പറയാനുള്ളത് ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയോട്, ഞങ്ങൾ ജീവൻ കൊടുത്ത് ഈ ഓരോ ജീവനും കൊണ്ട് പാഞ്ഞ് ഓരോ ഹോസ്പിറ്റലിൽ എത്തുമ്പോഴും അതിൽ നിന്നും വല്ല ലാഭവും പ്രതീക്ഷിച്ചിട്ടല്ല ഞങ്ങൾ എത്തുന്നത്. ആ രോഗിയുടെ കാര്യം മാത്രമാണ് ഞങ്ങൾ ചിന്തിക്കാറ് ആ സമയത്ത്. പിന്നെ വാങ്ങിക്കുന്നവരുണ്ടാവാം, ഒരുപക്ഷെ പൈസ കൊടുക്കുന്നവരുണ്ടാവാം. ഞാൻ നിങ്ങളോട് തുറന്നു തന്നെ ഒരു കാര്യം പറയട്ടെ, ഞങ്ങൾക്കും പൈസ കിട്ടാറുണ്ട്, 200-300 രൂപ. അത് എങ്ങനെ ഞങ്ങളുടെ കയ്യിൽ എത്തുന്നത് എന്ന് വെച്ചാൽ, ആക്സിഡന്റ് പറ്റിയ സമയത്തോ അല്ലെങ്കിൽ ഓവറായി ബ്ലീഡിങ് എന്തെങ്കിലും വന്ന സമയത്ത് വണ്ടിയിൽ രക്തക്കറ പുരണ്ടിട്ടുണ്ടെങ്കിൽ ആ വണ്ടി കഴുകാൻ വേണ്ടി, ക്ലീൻ ചെയ്യാൻ വേണ്ടി ഓരോ ഹോസ്പിറ്റലുകാരും പൈസ തരും. കാരണം അതവരുടെ മനസ്സലിവ് കൊണ്ട് തന്നതാണ്. ഒരു ഡ്രൈവർക്ക് 1000 രൂപയ്ക്ക് ഒരു വണ്ടി ഓടിക്കഴിഞ്ഞാൽ ആകെ കിട്ടുന്നത് 200 രൂപയാണ്. ആ 200 രൂപ ഞങ്ങൾ ഈ വണ്ടി കഴുകാൻ ഉപയോഗിച്ചാൽ ബാക്കി ഞങ്ങളെ കുടുംബം ജീവിക്കണ്ടേ? ഞങ്ങൾക്ക് കുടുംബമില്ലേ? ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുമ്പോൾ ഇതിന്റെ ശരി എന്താണെന്ന് അറിഞ്ഞിട്ട് വേണം നടത്താൻ. ഞാൻ അതാ പറയുന്നത്, ഒരുപക്ഷെ വാങ്ങിക്കുന്നവരുണ്ടാവാം. എല്ലാ ഡ്രൈവർമാരെയും നിങ്ങൾ ആ ഗണത്തിൽപ്പെടുത്തരുത്. ഞങ്ങൾ ലക്ഷ്യോപരമായിട്ടുള്ള ജീവിതമൊന്നുമല്ല ജീവിക്കുന്നത്. ഞങ്ങളും സാധാരണക്കാരാണ്. ഞങ്ങൾ കിടക്കുന്ന റൂം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞങ്ങൾ പല സമയങ്ങളിലും വീട്ടിലേക്ക് എത്താറില്ല. വീട്ടുകാർ ഞങ്ങളെ പറയാറുണ്ട്, എന്തുകൊണ്ട് നിങ്ങൾ വീട്ടിലേക്ക് വരുന്നുള്ള, നിങ്ങൾക്ക് ഈ ജോലി ഉപയോഗിച്ചൂടെ? പക്ഷെ ഞങ്ങളുടെ മനസ്സിൽ ഞങ്ങൾ ചെയ്യുന്ന ജോലിയിൽ ആത്മാർത്ഥത എന്നുള്ളത് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഈ ജോലി തിരഞ്ഞെടുത്തിട്ടുള്ളത്. ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി, ഞങ്ങൾ ആ വണ്ടി ഓടിച്ചു വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഓടിച്ചു പോകുന്ന സമയത്ത് ഒരിക്കലെങ്കിലും ഞങ്ങളുടെ സീറ്റിന്റെ ഇപ്പുറത്ത് ഇരുന്നുകൊണ്ട് ഒന്ന് യാത്ര ചെയ്യണം. അപ്പോൾ അറിയാം ആരോഗ്യമന്ത്രിക്ക് ഈ ആംബുലൻസ് എങ്ങനെയാണ് ഞങ്ങൾ ഓടിച്ചിട്ട് ഒരു ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നത്. അതിനുള്ള ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അപ്പം മനസ്സിലാവും. ദയവ് ചെയ്ത് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുമ്പോൾ എന്താണ് ശരി, എല്ലാം ആളുകൾ പറയുന്നത് കേൾക്കുന്നതെല്ലാം ശരിയാണോ എന്ന് അറിഞ്ഞുകൊണ്ട് മാത്രം വേണം ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്താമെന്ന് ആരോഗ്യമന്ത്രിയോട് വളരെ വിനീതമായി അപേക്ഷിക്കുകയാണ്.